അതല്ല സോ ഹലോ നമസ്കാരം, വെൽക്കം ടു ലമോറ വ്ലോഗ്. സോ ഇന്ന് ആറ്റൽ പൊങ്കാലയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് വീട്ടിലാണ് കഴിച്ചിരുന്നത്. കാരണം എന്താ ജു, നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ഇവിടെ തോർത്തൊടുക്കൽ ചടങ്ങാണ്. എല്ലാവരും അടുപ്പിൽ തീ കൊടുത്താൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ചെന്നിട്ട് വേണം നിങ്ങൾക്ക് ഇവിടെ അമ്മ പൊങ്കാലയ്ക്കുള്ള അരി കഴുകുകയാണ്. കഴുകങ്ങോട്ട്. അങ്ങനെ 3 തവണ അരി ഇടണം. ആൾക്കാർ 5 ഇടാണ് അരി. കളയാതെ ഇച്ചിരി ചരി വാരി ഇതിനകത്ത് ഇടും മക്കള്. ദേവി കൊഞ്ഞ മീൻ ഒന്നുകൂടെ ഉള്ളു, ഒന്നും കേട്ടോ. ഒരു പ്രാവശ്യം കൂടെ കലത്തി തുടല് അവർക്കുള്ള കൈ വേവുന്നത്. അതിൽ കൊടുക്കും. അല്ല, എന്തു പറ്റി ഡല്ലു? എന്തു പറ്റി? കൊണ്ണി പോക വീണോ? അതെ ഗൈസ്, തിള വരുന്നുണ്ട്. അമ്മ എന്ത് ചെയ്യമ്മ? ഇത് ആറ്റുകാൽ ദേവിയുടെ ഇഷ്ടനിവേദ്യമായ മണ്ടപ്പുറ്റാണ്. ഈ മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് തലവേദന അങ്ങനെയുള്ള ഇത്യാദി രോഗങ്ങൾക്കെല്ലാം ഒരു ശമനം ഉണ്ടാകുന്നിട്ടാണ്. പിന്നെ ഈ പൊങ്കാല ദിവസം, ആറ്റുകാൽ പൊങ്കാല ദിവസം പൊങ്കാലയോടൊപ്പം തന്നെ ഈ മണ്ടപ്പുറ്റ് നിവേദ്യമായിട്ട് ദേവിക്ക് 1 സ്പൂൺ കൂടെ. പ്രധാനമായിട്ടും അരിപ്പൊടിയും അതിനോടൊപ്പം തന്നെ പിന്നെ ചെറുപയർ വറുത്ത് പൊടിച്ചത്, ശർക്കര, ചുക്കുപൊടി, ഏലക്ക, തേങ്ങ, നെയ്യ് ഇത്രയും ചേർത്ത് അരച്ച് കൊടുക്കണം. മതി. ഇത്രയും ചേർത്തിത് നല്ലതുപോലെ ഇളക്കും. ഇളക്കിയതിന് ശേഷം കൂടുതലിനകത്ത് വെള്ളം ഒഴിക്കാൻ ശ്രമിക്കാറില്ല. എങ്കിലും നമുക്ക് ഉരുട്ടാനൊരു ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഇങ്ങനെ ഉരുളാൻ പറ്റണം. അങ്ങനെ ആ ഒരു രീതിയിൽ നനവ് പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ
നമ്മൾ കുറച്ച് വെള്ളം കൂടെ തിളച്ച് കുഴച്ചെടുക്കും. തോനെ പയറുപൊടി അരിമാവ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ശർക്കര വേണ്ടി വരും. അവസാനം ഈ പരുവത്തിലേക്ക് വന്നിട്ടുണ്ടല്ലേ അല്ലേ അമ്മ? കംപ്ലീറ്റ് ആയില്ലേ? അമ്മൂമ്മ പിണങ്ങി, അമ്മൂമ്മയെ അമ്മ പിണക്കി. എന്തോ പറ്റിയേ? ഞാൻ എടുത്താണ് അമ്മ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇത്രയും ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരുപാട് പൊക്കമായി പോയേണ്ട, പെട്ടെന്ന് തിളച്ച് പൊങ്ങി വരാത്തേന്ന്. ഒത്തിക്കൂടെ വട്ടമായിരുന്നെങ്കിൽ എപ്പോഴും തിളച്ച് പൊങ്ങി വന്നാണ്. തിളച്ച് പൊങ്ങിയില്ലെങ്കിലും ഇവിടെ വെള്ളം ഒഴുകി ഇളക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും. അപ്പൊ എന്താ അമ്മ എന്ത് പറഞ്ഞു? അമ്മ എന്തിനു പറഞ്ഞപ്പം? അവര് ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് സംസാരിക്കാനൊക്കെ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. അറിഞ്ഞൊക്കെ ഉള്ളെങ്കിൽ പിന്നെ പറഞ്ഞാൽ അത് മൊത്തം പിടിച്ചെടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് എന്നെ പോലീസുകാർ കൊണ്ടുപോട്ടെ. എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നേ കൊണ്ടുപോകും. അങ്ങനൊന്നുമില്ല മണിയമ്മേ, അങ്ങനൊന്നുമില്ല. ചുമ്മാ പേടിപ്പിക്കുന്നത്. ഞാൻ ചെയ്യൂ ഞാൻ സോ അരി തിളച്ച് വരുന്നുണ്ട്. വെയിറ്റിംഗ് ആണ് ഞങ്ങൾ. തിളച്ച് പൊങ്ങാൻ വേണ്ടി എല്ലാം നിൽപ്പുണ്ട്. സോ നമ്മൾ ശർക്കരയൊക്കെ ഇടുകയാണ്. കലത്തിൽ നല്ല ഹൈറ്റിലുണ്ട്, തിളച്ച് പൊങ്ങുന്നില്ല. സോ ശർക്കര ഇടുകയാണ് ഗൈസ്. പായസത്തിനായിട്ടുള്ള പഴം മീനു ശരിയുന്നുണ്ട്. ഇങ്ങനെ അല്ലേ? ഈ ചെറുതാക്കൂ അത്. വട്ടത്തിൽ അരിഞ്ഞിടണം. നമ്മളിനി മണ്ടപ്പുറ്റ് ഉണ്ടാക്കാൻ പോവാണ്. തലയുടെ ഷേപ്പിൽ, തലകുട്ടിയുടെ ഷേപ്പിൽ 2 കണ്ണൊക്കെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ. ഉരുട്ടിയെടുത്തിട്ട് ആവിയിൽ പുഞ്ഞി വേവിച്ചെടുക്കും. കണ്ടോ ഇങ്ങനെയാണ്. ഇത് കണ്ടോ, ഇത്ര മീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വേവിക്കാൻ. ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് ഒരു തലകുട്ടി ഷേപ്പ് നമ്മൾ വിചാരിക്കണം. 2 കണ്ണൊക്കെ വെച്ച് നമുക്ക് തലവേദന അങ്ങനെയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ദേവിയുടെ ഇഷ്ടനിവേദ്യമായ പൊങ്കാല അടുപ്പിൽ തിളച്ച് പാകമായി കിടക്കുന്നു. അതുപോലെ തന്നെ മണ്ടപ്പുറ്റ് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത ദേവിയുടെ ഒരു ഇഷ്ട നൈവേദ്യമാണ് തിരളിയപ്പം. ഇടനേലപ്പം എന്നൊക്കെ പറയും, വഴനേലപ്പം എന്നൊക്കെ പറയും. ഇങ്ങനെ അരിയും ശർക്കരയും തേങ്ങയും ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് പഴമൊക്കെ ചേർത്ത് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കുഴച്ച് മരപ്പെടുത്തിയതിന് ശേഷം വയനയിലയിൽ കുമ്പിളൂത്തി അല്ലാതെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് തിരളി. അമ്മൂമ്മ ഇവിടെ ഇളക്കിയാണ്, പായസം ഇളക്കിയാണ്. ആയോ? പാകം ആയോ? ആഹാ.
വെള്ളം എണ്ണി പറ്റുന്ന ഇവിടെ മണ്ടപ്പുറ്റും അതുപോലെ തന്നെ തിരളിയപ്പം. നമ്മളിവിടെ വേണലപ്പം എന്ന് പറഞ്ഞേ അല്ല, വേണലപ്പം. ഇത് മണ്ടപ്പുറ്റ്, തലയോട്ടൊരു ഷേപ്പ് അല്ലേ. ഇനി ഇവിടെ ശർക്കര അരിയാണ്, മതിയായിരിക്കും. ആ, ശർക്കര ചീവുകയാണ്. എന്താ മീൻ വായ് മണ്ടപ്പുറ്റ് മേക്കർ. ഇനി നമ്മൾ വാങ്ങി വെക്കുവാണ്. പൈസ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി എന്തോ പരിപാടി? അതാണ് പരിപാടി. ഇനി എല്ലായിടത്തും അടയ്ക്കും. ഒരു കൊതുമ്പെടുത്തിന്റെ മണ്ട വെക്കണം. എടാ ഇനി എന്തുവാ ഇനി ഇത് ചെയ്യണ്ടേ? ഇനി അടുത്തൊരു മണ്ടക്കുറ്റി. ഇനി മണ്ടപ്പുറ്റ് ചെയ്യണം. നല്ലൊരു കൊതുമ്പെടുത്തിന്റെ മണ്ട. എന്നാ വെച്ചിരിക്കുന്നത്? വളരെയധികം സന്തോഷം തോന്നുന്നു. വവ്വാലേ പൊങ്കാല വാങ്ങി ഇനി അടുത്ത അമ്മയുടെ ഇഷ്ട നിവേദ്യമായ മണ്ടപ്പുറ്റ് അടുപ്പിലേക്ക് വെക്കുകയാണ്. മണ്ടപ്പുറ്റ് വേവട്ടെ. അടച്ചു. ചെരളയാണ് ദേവിയുടെ ഇഷ്ട നൈവേദ്യം. അത് മാവ് കുഴച്ച് വയണയിലെടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഉരുട്ടി മാവ് വെച്ച് വയണയിലയുടെ തലപ്പുകൊണ്ട് തന്നെ കുത്തി ഇഡ്ഡലി ആവിലിരുന്ന് ഇഡ്ഡലി ചെമ്പിലേക്ക് വെക്കും. ദേവിയുടെ ഇഷ്ടപ്പെട്ട പൊങ്കാല ഇട്ടു. പൊങ്കാല വാങ്ങി വെച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. തെരളി പിന്നെ മണ്ടപ്പുറ്റ് എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുക. സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങൾ നിൽക്കുന്നിടത്ത് വെയിലില്ല, തണലുണ്ട്. എന്തുവാടേ പറയുന്ന നീ? ഞാൻ പോയിരിക്കട്ടെ. ഞാനൊരു സുഖമില്ലാത്ത എനിക്ക് നേരത്തെ ഒരു അസുഖം ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴത്തെ ഒരു പുതിയ അസുഖമുണ്ട്. പറ, എനിക്ക് അസുഖം എന്തോ അസുഖം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്ക് സുഖമില്ല. എന്ത് പറ്റി? എൻ്റെ പിന്നെ മുട്ടൊന്നും വയ്യ. എനിക്ക് BP കൂടി. ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക. ഇതേ മറ്റേ പരിപാടി അല്ല, ധനസഹായം അതല്ല. വല്ലതും തരുന്നെങ്കിൽ ഞങ്ങൾ വരുന്നില്ലേ? ഞാൻ പോയി അവിടെ ഇരിക്കട്ടെ. ഉടനെ ധനസഹായമാക്കി കള്ളി. നമ്മുടെ പോസ്റ്റ്മാൻ നമുക്ക് കൊറിയർ. ബൈ. പൈസ വേണോ? വന്നേ ഉള്ളൂ. പോസ്റ്റ് വന്ന് ശിവ അൺറാപ്പ് ചെയ്യാണ്. എന്തുവാ സാധനം? അതാണ് ചോദിച്ചു, എനിക്കറിയത്തില്ല. ഇന്ന് നെയ്ത്ത് സാരി എന്ന് തോന്നട്ടാ. സാരിയാണ് കഴിച്ചുകൊണ്ടുള്ളത്. അത് കൊള്ളാം കേട്ടോ. അമ്മയ്ക്ക് ഇതാ പറ്റും. സോ വയനാടപ്പം അല്ല തിരളിയപ്പം അല്ലേ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ശിവ, എനിത്തിങ് അബൌട്ട് വയനാടപ്പം? ഇതെന്തുവാ? ഓക്കെ, മണ്ടപ്പൂറ്റിൻ്റെ ബാലൻസ് ഉണ്ട് ഗൈസ്. എല്ലാം റെഡിയായി വരുന്നുണ്ട്. സോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ 5 ഡ്രസ്സൊക്കെ മാറിയിട്ട് ഓരോ വീട്ടിൽ കൊണ്ട് കൊടുക്കണം ഗൈസ്. സോ ഓരോ വീട്ടിലായിട്ട് 5 കൊണ്ടുപോവാണ്. 5 കൊണ്ടു കൊടുക്ക്. വാങ്ങോട്ട് മതി മതി. നമുക്ക് തൊട്ട് പോവാ. ഒറ്റയ്ക്കുള്ള ഞാൻ വന്ന് തന്നെ ഇടിക്കും. ഇടിക്കാനല്ലേ. ഇതാണ് മിസ്റ്റർ അജികുമാർ. അജികുമാർ സേ ഹായ്.
സോ അമ്മയും ഞാനും കൂടെ ഓരോ വീട്ടിലേക്ക് പൊങ്കാല കൊണ്ടു കൊടുക്കാൻ പോവാണ്. ഓക്കെ ഹായ്. നമ്മള് കടയ്ക്ക് തിരുവാതിര 5 നമ്മളിന്ന് വിനീത് ശ്രീനിവാസന്റെ ലൈവ് കൺസേർട്ട് ഉണ്ട്. സോ അത് കാണാൻ വേണ്ടി നമ്മൾ കടക്കിൽ പോവാണ്. നമ്മൾ കൊളത്തൂപ്പയാണ്, കടക്കലാണ്. കടക്കലമ്മയുടെ ഉത്സവമാണ് ഇവിടെ. സോ അത് കാണാൻ വേണ്ടി പോവാണ്. സോ ദിസ് ഇസ് അപ്പു, ലമോറ ഹിയർ ആൻഡ് നമ്മുടെ സിദ്ധാർത്ഥാണ് പുള്ളി പറ ഡയറക്ടർ, സ്റ്റോറി ഡയറക്ടർ, പിന്നെ സ്ക്രീൻ റൈറ്റർ, പിന്നെ കുറെ ഉണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിൽ മൊത്തം ഇവന്റെ ആണെന്ന രീതിയിലാണ് ഇവന്റെ ഇത്. പക്ഷെ ആവും വരും അറ്റ്ലിയും എല്ലാം ആണ് ഇവൻ. സോ നമുക്ക് കാണാം. സോ സുൽത്താൻ ബൈ. നമ്മള് എന്തായാലും കഴിഞ്ഞിട്ട് നീ ഉടനെ പോകും, കഴിച്ചിട്ട് മൈൻഡപ്പ് ഇല്ല. സോ ഇപ്പൊ തന്നെ മൈൻഡപ്പ് പറയല്ലേ പോകും. സോ ലവർ വ്ലോഗ്സ് ലോഗിങ് ഔട്ട്. ബൈ. ഹലോ ഗായ്സ്, നമ്മളിന്ന് കടയ്ക്ക് തിരുവാതിര കാണാൻ വന്നേക്കുവാണ്.